ഹലോ ഗൈസ്. അപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോറി, ഒന്നല്ല, രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്കിത് വേഗം ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു കാർട്ടൺ സെറ്റ് ആണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. അതിനു മുമ്പ് ഞാനും സിന്ധുമ്മയും നമ്മുടെ ഈ പുനലൂർ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ചോദിച്ചതും അവിടുത്തെ റേറ്റ് കേട്ടിട്ട് കിളി പറന്നു ഗൈസ്. പോരാത്തതിന് അവര് നമ്മൾ അവിടുത്തെ ഓൾഡ് ഐറ്റംസ് എല്ലാം അടിച്ചേൽപ്പിക്കാൻ നോക്കുക. നമ്മളെ ഒരു കളവൻ കാണിച്ചു തരുന്നു, അതിന്റെ ഇടയ്ക്ക് കൂടെ വേറൊരു കളവൻ വന്നിട്ട് ഇവരെ കൊണ്ട് എടുപ്പിച്ചിട്ടേ വിടാവൂ എന്ന് പറയുന്നു. നമ്മുടെ പുറവേ ഇങ്ങനെ ഈച്ച ഒരു സംഭവത്തിൽ പറ്റി നിൽക്കുന്ന പോലെ അങ്ങ് നടക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ പ്ലെയിൻ കളറായിട്ടുള്ള കേർട്ടൺസും ബെഡ്ഷീറ്റും തന്നെയാണ്. പക്ഷെ അവരുടെ അവിടെ കുറെ പൂക്കളും പുഷ്പങ്ങളും ഒക്കെ ഉള്ള ബെഡ്ഷീറ്റ് എടുത്ത് നമ്മുടെ മുമ്പിൽ ഇട്ടിട്ട് അത് വെച്ച് പുഷ്പിച്ച് കാണിക്കുക. ഇത് നിങ്ങൾ വാങ്ങിക്കുക, ഇതാണ് റീസെന്റ് ട്രെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാതിൽ തന്നെ ഊതുവാണ് ഗൈസ്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങാൻ നിന്നില്ല. അതും പോരാതെ രണ്ട് കേർട്ടൺസിന് തന്നെ 700 രൂപ അടുപ്പിച്ചാണ് അവർ റേറ്റ് പറഞ്ഞത്. ഞാൻ നേരെ അത് ഫ്ലിപ്കാർട്ടിൽ കയറി ഓർഡർ ചെയ്തു. ഇപ്പൊ 4 കേർട്ടൺസ് എനിക്ക് വെറും 709 രൂപയ്ക്കാണ് ഗൈസ് ലഭിച്ചത്. അതുപോലെ ബെഡ്ഷീറ്റും വിത്ത് പില്ലോ കവേഴ്സ് ഉണ്ട്, നമുക്ക് ഓഫർ പ്രൈസിൽ 800 രൂപയ്ക്ക് തരാന്നൊക്കെയാണ് അവർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഗൈസ്. ഞാൻ എന്റെ സൂപ്പർ കോയിനും കൂടെ യൂസ് ചെയ്ത് വെറും 392 രൂപയ്ക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കളർ ബെഡ്ഷീറ്റ് തന്നെ ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് ഇവരുടെ ഈ സ്കാം നമ്മൾ നിർത്തിക്കണം ഗൈസ്. നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് ആദ്യം ഇതേ സെയിം പ്രോഡക്റ്റിനൊക്കെ ഓൺലൈൻ പ്രൈസ് എന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഷോപ്പ് ഏതാന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് പറയുന്നില്ല. ഒരു ഉദാഹരണം പറയാം, എന്റെ കുഞ്ഞുനാളിലൊക്കെ വെറും റിഡക്ഷൻ വരുമ്പോൾ മാത്രം 4 പേര് കയറിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.